ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പൗത്ര സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന നമ്മുടെ വേദ ദീപ്തിയെ വിളിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ 2 പ്രാവശ്യം വിളിച്ചപ്പോൾ കോൾ ബിസി ആക്കിയാണ് ചെയ്തത്. അപ്പോൾ 3-ാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് എന്ന് പറയുകയാണ് ചെയ്തത്. അങ്ങനെ വേദ വളരെയധികം വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ വിക്രം വരികയാണ്. അപ്പോൾ ദീപ്തിയെ വിളിച്ചിരുന്നല്ലേ, കോൾ എടുക്കുന്നില്ലല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വേദയും പറയുകയാണ്. അപ്പോൾ വേദ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കും, നമുക്കിത് ഇതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് എനിക്ക് സാധിക്കും, പക്ഷേ എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതിയെന്ന് പറയുകയാണ്. അപ്പോൾ വേദ, നീ നേർവഴിക്ക് പോയാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എൻ്റെ ഒപ്പം നിൽക്കാൻ പറയുകയാണ് വിക്രം. അപ്പോൾ എന്താണ് വിക്രം പറഞ്ഞു വരുന്നതെന്ന് വേദ ചോദിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഞാൻ എങ്ങനെയെങ്കിലും വരനെ ഒഴിവാക്കി തരാമെന്ന് പറയുകയാണ്. അപ്പോൾ എങ്ങനെ ഒഴിവാക്കണമെന്ന്, ഇപ്പോൾ ഈ മാലയിട്ട സമയത്ത് ഇനി അടിക്കും പിടിക്കും പോവുകയാണോ എന്ന് ചോദിക്കുകയാണ്. വെറുതെ ഓരോ പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട, അതുപോലെ ആ ദീപ്തി അറിഞ്ഞത് വളരെയേറെ പ്രശ്നമാകും, പിന്നീട് നമ്മുടെ കൂടി വളരെയധികം ശത്രുത ആവുമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അടിക്കും പിടിക്കും പോകുന്നില്ല, അവനൊരു പോറൽ പോലും പറ്റത്തില്ല, പക്ഷേ ഞാൻ ഈ പ്രശ്നം പരിഹരിച്ച് തരാമെന്ന് ചോദിക്കും. അപ്പോൾ വേദ വീണ്ടും ചോദിക്കുക, എങ്ങനെയാണ് വിക്രം, അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല, പക്ഷേ എനിക്ക് ഇതിന് പകരമായിട്ട് ഒരു ഉപകാരം ചെയ്തു തരേണ്ടി വരുമെന്ന് വേദയോട് വിക്രം പറയുകയാണ്. ഉപകാരം? എന്തുപകാരം? ശ്രീനിസാറിൻ്റെ എല്ലാ കേസുകളും കോടതിയിൽ വരാൻ പാടില്ല, അതെല്ലാം ഒഴിവാക്കി കിട്ടണം, അതാണ് എൻ്റെ ഡിമാൻഡ് എന്ന് പറയുകയാണ്. പക്ഷേ വേദ അതിനോട് യോജിക്കുന്നില്ല. ഇല്ല വിക്രം, ഒരിക്കലും അതിന് സാധിക്കില്ല, ഞാൻ സത്യത്തിൻ്റെ ഭാഗത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ, പിന്നെ ദീപ്തിയുടെ പ്രശ്നമില്ല, അത് എനിക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ വിക്രം വളരെയധികം കടുത്ത നിരാശയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ തന്നെ വേദ ദീപ്തിയെ കാണാനായിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അമ്മയെ കാണുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് വളരെയധികം സന്തോഷം. നീ ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ, എന്ത് പറ്റി മോളെ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് ഞാൻ ഇന്നലെ ദീപ്തിയെ സ്വപ്നം കണ്ടായിരുന്നു അമ്മയെ, അതുകൊണ്ടാണ് വന്നത്, പിന്നെ നിങ്ങളെയൊക്കെ ഒന്ന് കാണാമല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ദീപ്തി എവിടെയും ചോദിക്കാം. ദീപ്തി മുകളിലുണ്ട്, നീ അങ്ങോട്ട് ചെല്ലും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞിട്ട് പത്മ അടുക്കളയിലോട്ട് പോവുകയാണ്. അങ്ങനെ വേദ മുകളിലോട്ട് കയറി പോവുകയാണ്. അപ്പോൾ ആ സമയം ദീപ്തി വരനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല, നാളെ കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ എന്നെ പിക്ക് ചെയ്താൽ മതിയെന്നൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേദ ചെന്ന് കതവിൽ കൊട്ടുകയാണ്. അപ്പോൾ അമ്മ വിളിക്കുന്നതെന്ന് തോന്നുന്നു, ഞാൻ കോൾ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് കതവൊന്ന് തുറക്കുകയാണ്. അപ്പോൾ നിങ്ങളായിരുന്നു ചോദിക്കുകയാണ് ദീപ്തി. എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് വേദ. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇവിടെ അല്ല, കോളേജിൻ്റെ ഫ്രണ്ട് നാളെ കാണുമെന്ന് വിചാരിച്ചിരുന്നു എന്ന് ദീപ്തി പറയുകയാണ്. ചേച്ചി ഇനി വീട്ടിൽ കയറില്ല എന്ന് പറഞ്ഞല്ലേ, എന്താണ് ഇവിടെ ഇങ്ങോട്ടുമൊക്കെ വന്നത്, എന്തെങ്കിലും അടിയന്തര പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഒരു അടിയന്തര പ്രശ്നമുണ്ട് ദീപ്തി, നീ വിചാരിക്കുന്ന പോലെ അല്ല വരുൺ, അവൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം, അപ്പോൾ നീ ഒരിക്കലും ഈ തീരാ ദുഃഖത്തിലോട്ട് ചെന്ന് പെടരുത് മോളെ, നീ എങ്ങനെ രക്ഷപ്പെടണം, നീ അവൻ്റെ വലയിൽ വീഴരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപദേശങ്ങൾ ദീപ്തി കൊടുക്കുകയാണ്. പക്ഷേ ദീപ്തി അതൊന്നും വകവയ്ക്കുന്നില്ല. ചേച്ചി വരുണിന് തെറ്റ് പറ്റിയെന്നുള്ള ഞാൻ സമ്മതിച്ച് തരികയാണ്. അപ്പോൾ കഴിഞ്ഞകാല ജീവിതം അയാൾ മറക്കാൻ ശ്രമിക്കുകയാണ്, ഇതൊരു പുതിയ ജീവിതമാണ്, അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയല്ലേ വേണ്ട, ഞാൻ വരുണിന് വാക്ക് കൊടുത്തു, ഇനി എനിക്ക് മാറാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ്. ചേച്ചിയുടെ ഭർത്താവ് എങ്ങനെയാണെന്നൊക്കെ തിരിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ ബലം പ്രയോഗിച്ചൊരു താലി കെട്ടിയതിൻ്റെ പേരിലല്ലേ ചേച്ചി അച്ഛനെയും അമ്മയും എല്ലാവരും ഉപേക്ഷിച്ച് ചേച്ചി വീട് വിട്ട് ഇറങ്ങി, ആ ചേച്ചിക്ക് എന്നെ ഉപദേശിക്കാനുള്ള അർഹതയുണ്ടോ എന്നൊക്കെ ദീപ്തി ചോദിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വേദം ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ചേച്ചി വിചാരിക്കുന്ന പോലെ അല്ല വരുൺ ഒരുപാട് കൊള്ളരുതായ്മകൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അയാൾക്ക് തിരുത്താനുള്ള ഒരു അവസരമാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അയാളിപ്പോൾ സത്യസന്ധനും നല്ല മനുഷ്യനായിട്ടാണ് ചേച്ചി ജീവിക്കുന്നത്, ഇനി എനിക്ക് അയാളെ പിരിയാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ദീപ്തി സംസാരിക്കുകയാണ്. ശരി, അങ്ങനെയെങ്കിൽ എനിക്ക് അച്ഛനോട് പറയേണ്ടി വരുമെന്ന് പറയണം, അച്ഛനോടും അമ്മയോടും ശ്രീയേട്ടനോടും പിന്നെ ചെന്നൈയിലിരിക്കുന്ന മുത്തശ്ശിയൊക്കെ വിളിച്ചു പറഞ്ഞു, എനിക്കൊരു പ്രശ്നമില്ല, ചേച്ചി മേലെ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുത് എന്ന് പറഞ്ഞിട്ട് ദീപ്തി റൂമിൽ കയറി കതവ് അടയ്ക്കുകയാണ്. അപ്പോൾ ആകപ്പാടെ വേദയ്ക്ക് നിരാശയാവുകയാണ്. എന്നിട്ട് വേദ തിരിച്ച് താഴോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ അമ്മ ജ്യൂസേ കലക്കി വെച്ചിരിക്കുകയാണ്. മോളെ നീ ഇത് കുടിക്കുക, ദീപ്തിയെ കണ്ടു എന്നൊക്കെ ചോദിക്കണം. ആ കണ്ടു, അവിടെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? പഠിത്തമൊക്കെ ഇപ്പോൾ വളരെ ഉഴപ്പാണ്, ഏത് സമയം ചാറ്റിംഗ് ആണ്, ചോദിക്കുമ്പോൾ പേഷ്യൻസ് എന്നൊക്കെയാണ് പറയുന്നത്, എനിക്കൊന്നും അറിയില്ല മോളെ എന്നൊക്കെ പറയുകയാണ്. നീ ജ്യൂസ് കുടിക്കുക, എനിക്ക് മതി അമ്മേ, ഞാൻ പോയിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ് വേദ. അപ്പോൾ ആ സമയത്ത് ശങ്കരനാരായണൻ വെളിയിൽ പോയിട്ട് വരികയായിരിക്കും. അപ്പോൾ എന്താ വേദ ഇവിടെയും ചോദിക്കുകയാണ്. ഇല്ല അച്ഛാ, ഞാൻ അച്ഛനെ നമ്മുടെ ദീപ്തി ഒന്ന് കാണാനായിട്ട് വന്നതാണ്, ഞാൻ അവളെ കണ്ടു, സംസാരിച്ച് ഞാൻ പോവുകയാണ് പറഞ്ഞിട്ട് വേദ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്.
എന്നിട്ട് ശങ്കരനാരായണൻ എന്തോ ഡൗട്ട് അടിക്കുകയാണ്. ഇപ്പോൾ ദീപ്തിയെ കാണാനായിട്ട് വേദ വെറുതെ അങ്ങനെ വരില്ലല്ലോ, നീ അവർ തമ്മിൽ സംസാരിക്കാൻ വല്ലതും കേട്ടോ എന്ന് പത്മത്തോട് ചോദിക്കണം. ഇല്ല, ഞാൻ ഒന്നും കേട്ടില്ല. എന്താ ശങ്കരേട്ട, വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കണേ. ഇല്ല ഇല്ല, എന്തായാലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് ശങ്കരനാരായണൻ അകത്തോട്ട് കയറി പോവുകയാണ്. അടുത്തതായി കാണിക്കുന്നത് നമ്മുടെ വിക്രം ശ്രീനി സാറിനോടും ഭാര്യ സുധയോടും ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇപ്പോൾ ദീപ്തി വാസവൻ്റെ മകൻ വരുണുമായിട്ട് പ്രണയത്തിലാണെന്ന് അവർ തിരിഞ്ഞ് നടക്കുകയാണെന്നൊക്കെ വേദ അറിയുകയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾ അവിടെ വീട്ടിൽ പോയിട്ടും ഒരു രക്ഷയില്ല, ആ കുട്ടി അതിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് വിക്രം പറയുകയാണ്. അപ്പോൾ ശ്രീനിസ പറയുകയാണ്, അപ്പോൾ വിക്രം നീ പറഞ്ഞതൊക്കെ ശരിയാണ്, ആ കുട്ടിയും വരുണായിട്ട് പ്രണയത്തിലായിരിക്കും, പക്ഷേ അതിൽ എൻ്റെ പേര് വലിച്ചിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ആ പ്രശ്നം നമുക്ക് എങ്ങനെ തീർക്കാം, അതിന് പകരം ആ ശ്രീധരൻ തേരാട്ടിൻ്റെ കേസ് ഒതുക്കണമെന്ന് നീ പറഞ്ഞ ഒട്ടും ശരിയായില്ലെന്ന്, അതൊരു ചീപ്പായിപ്പോയെന്നൊക്കെ വാസവൻ പറയുകയാണ്. അപ്പോൾ എനിക്കത് വളരെയധികം വിഷമം ഉണ്ടായിട്ടുണ്ടെന്നും ശ്രീനിസ പറയുന്നു. അപ്പോൾ സാർ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ച, കേസ് എങ്ങനെയെങ്കിലും ഒഴിവായി പോയെങ്കിൽ പോകട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. ഒരുപാട് നൂലാമാലകൾ അതിലില്ലേ, എല്ലാവരും പെടും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വിക്രം പറയുകയാണ്. എന്തായാലും അതൊക്കെ പോട്ടെ, അപ്പോൾ നീ എന്തായാലും മല ചവിട്ടിയിട്ട് വാ, നമുക്ക് വാസവൻ്റെ മകൻ്റെ കാര്യം ശ്രീധരൻ തേരാട്ടിൻ്റെ കാര്യം എല്ലാം അത് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് പറയുകയാണ്. എന്നിട്ട് വിക്രമിനോട് ചെല്ല്, എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് ശ്രീനിസ വിക്രമിനെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീജ വേദ അന്വേഷിച്ച് വീട്ടിലെല്ലായിടും നടക്കുകയാണ്. അപ്പോൾ വേദയെ കാണാനില്ലല്ലോ. അപ്പോൾ ഉമ്മറത്ത് നമ്മുടെ നന്ദിനി ഇരിക്കുകയായിരിക്കും. അപ്പോൾ നന്ദിനിയോട് ചോദിക്കുകയാണ്, നന്ദിനി വേദയെ കണ്ടോ ചോദിക്കുക. ആ മുറിയിൽ എങ്ങനെ കാണും, എനിക്കറിയില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ശ്രീജ മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ വേദ അവിടെ വളരെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റി വേദ, നിൻ്റെ മുഖമൊക്കെ വാടിയിരിക്കുകയാണല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിക്കുകയാണ്. അപ്പോൾ വേദ പെട്ടെന്ന് തന്നെ പറയുകയാണ്, കഥ ഒന്ന് അടച്ചിട്ട് ശ്രീജേച്ചി എൻ്റെ അടുത്ത് വന്ന് ഇരിക്കുന്നു പറയുന്ന ഉടൻ തന്നെ ശ്രീജ കഥ അടച്ചിട്ട് വേദയുടെ അടുത്ത് ചെന്ന് ഇരിക്കുകയാണ്. എന്താ മോളെ പ്രശ്നം, എന്തായാലും പറയുമെന്ന് പറയുകയാണ്. അപ്പോൾ വേദ സംഭവങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ വാസവൻ്റെ മകൻ വരുണുമായിട്ട് ദീപ്തി പ്രണയത്തിലാണെന്ന് അവരെ പിന്തിരിപ്പിക്കുക ഒരിക്കലും സാധിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. അവളോട് സംസാരിച്ച് അവൾ വളരെയധികം തീവ്ര പ്രണയത്തിലാണ് എന്നൊക്കെയാണ് വേദ പറയുന്നത്. അപ്പോൾ അവൾ എന്നോട് പലവട്ടം ചോദിക്കും, ചേച്ചിക്ക് എന്ത് അധികാരമാണ് എന്നെ ഉപദേശിക്കാൻ, ചേച്ചിക്ക് അതിനുള്ള അർഹത ഉണ്ടോ എന്ന് വരെ അവൾ എന്നോട് ചോദിച്ചു. അപ്പോൾ ശ്രീജ ചോദിക്കുകയാണ്, നീ ഇക്കാര്യം അച്ഛനോട് പറയാനല്ലേ നല്ലത്, അച്ഛനോട് പറഞ്ഞാൽ അവളെ വെച്ചേക്കില്ലെന്നും വേദ പറയുകയാണ്. അപ്പോൾ ഈ കഥ അടയ്ക്കുന്നതെല്ലാം നന്ദിനി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും അവർ രണ്ടുപേരും കൂടെ കഥ അടച്ച് ഇത്ര രഹസ്യം പറയുന്നത്, എന്തോ രഹസ്യമുണ്ട്, ഇനി എന്നെപ്പറ്റി വല്ലതും ആയിരിക്കും എന്നൊക്കെ നന്ദിനിക്ക് ഒരു ഡൗട്ട് അടിക്കുകയാണ്. അങ്ങനെ നന്ദിനി പതുക്കെ പതുക്കെ വന്ന് കഥൻ്റെ അവിടെ ചേർന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവർ പറയുന്നത് പിടിച്ച്, പക്ഷേ ഒന്നും പുറത്ത് കേൾക്കുന്നില്ല. അപ്പോൾ ആ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് മുത്തശ്ശി ഇരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പതുക്കെ പതുക്കെ വന്ന് നന്ദിനിയുടെ ചെവിയിൽ പിടിക്കുകയാണ്. അപ്പോൾ ആ സമയം വേദയും ശ്രീജയും കൂടി പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ എന്താ നന്ദിനി, നീ ഇവിടെ തന്നെ നിൽക്കുന്നത്, എന്നൊക്കെ നാണമില്ലേ അവർ തമ്മിൽ സംസാരിക്കുന്ന കേൾക്കാനായിട്ട്. അതിന് വിക്രമല്ലല്ലോ, ശ്രീജേച്ചും വേദയും കൊണ്ടല്ലേ സംസാരിച്ചത്, എന്ത് വെറുതെ ഇതുവഴി പോയപ്പോൾ ഒന്ന് ഇങ്ങനെ നിന്നേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല എന്നൊക്കെ പറയുകയാണ്. നന്ദിനി ആകെപ്പാടെ ചമ്മിയ രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ശ്രീജ പറയണ, വാ വേദ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് വേദയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ മുത്തശ്ശിയും പിറകെ പോകുന്നുണ്ട്. ഉടൻ നന്ദിനി അവിടെ നിന്ന് പതുക്കെ പറയുകയാണ്, ഈ തള്ളയ്ക്ക് ഞാൻ പോണതിന് മുമ്പ് ഒരു പണി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുത്തശ്ശി കേൾക്കുകയാണ്. നീ പണിയും കൊണ്ട് ഇങ്ങ് വാ, ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് പറയുകയാണ്. ഈശ്വര, ഇവർക്ക് ചെവിക്ക് ഒരു കുഴപ്പമില്ലേ, അതേടി എനിക്ക് ചെവിക്ക് ഒരു കുഴപ്പമില്ല, നിന്നെക്കാട്ടി കേൾവി ശക്തി എനിക്കുണ്ടെന്നും ഇത്രയും പ്രായമായിട്ട് എനിക്ക് കണ്ണിന് മാത്രം ചെറിയൊരു കുഴപ്പമേ ഉള്ളെന്ന് പറയുകയാണ്. നീ പെട്ടെന്ന് തന്നെ അടുക്കളയിലോട്ട് വാ, നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ടെന്ന് മുത്തശ്ശി പറയുകയാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ശങ്കരനാരായണൻ്റെ വീടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദീപ്തി ചായയൊക്കെ എടുത്ത് അച്ഛന് കൊടുക്കുകയാണ്. അപ്പോൾ മോൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നൊക്കെ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇനി നിൻ്റെ MSc കഴിഞ്ഞിട്ട് ഇനി അടുത്ത പ്ലാൻ എന്താണെന്ന് ചോദിക്കുകയാണ്. അടുത്ത് ഇനി PG ചെയ്യണമെന്നുണ്ട് വെച്ചാൽ, അതാണ് ഇനി അടുത്ത എൻ്റെ ലക്ഷ്യം, അത് ഇനി വിവാഹം കഴിഞ്ഞ് ആകാമല്ലോ എന്നൊക്കെ പറയും. വിവാഹമോ എന്നുള്ള രീതിയിൽ ദീപ്തി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്